എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് സമാനമായി ഒരു വിമാന ദുരന്തം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംഭവിക്കേണ്ടതായിരുന്നു. അതായത് മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട ബാത്തിക് എയർവേസ് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അതിനകത്ത് മലയാളിയായ ജംഷീർ എന്ന് പറയുന്ന മുഹമ്മദ് ജംഷീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, പാലക്കാട് കൂറ്റനാട് സ്വദേശിയാണ് ഇയാൾ എമർജൻസി ഡോർ തകർക്കാൻ ശ്രമിച്ചു. എമർജൻസി ഡോറിൻ്റെ ഔട്ടർ ലെയർ മാത്രമാണ് ഈ ജംഷീറിന് തകർക്കാൻ പറ്റിയത്. അതിനുള്ളിൽ അവിടുത്തെ യാത്രക്കാരും ഈ ക്യാബിൻ ക്രൂവൊക്കെ വന്നിട്ട് ഇയാളെ കീഴ്പ്പെടുത്തി കൈയും കാലും കെട്ടിയിട്ടു. സാധാരണ എമർജൻസി ഡോർ എന്ന് പറയുന്നത് 5 ലെയറാണ്. അതിൻ്റെ ഔട്ടർ ലെയർ മാത്രമാണ് ജംഷീറിന് തകർക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ജംഷീർ ഈ എമർജൻസി ഡോർ ഫുള്ളായിട്ട് 5 ലെയറും തകർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എമർജൻസി ഡോർ തകർത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പുറത്തുനിന്ന് സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് മർദ്ദം വിമാനത്തിൻ്റെ ഉള്ളിലോട്ട് വരും. വിമാനത്തിൻ്റെ കൺട്രോൾ പോകും. വിമാനത്തിൻ്റെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ അത് കത്തിയമരും, ഒരു തീഗോളമായി കത്തിയമരും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ വലിയൊരു ദുരന്ത വാർത്ത കേട്ട് ഇന്ത്യ ഉണരേണ്ടതായിരുന്നു. പക്ഷേ ഇവരുടെ ബുദ്ധിപൂർവമായ ഇടപെടലുകളാണ് ഇത്തരത്തിലത് വലിയൊരു ദുരന്തം ഒഴിവായത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്, ഈ ജംഷീർ ആരാണ്? ജംഷീർ മലേഷ്യയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അങ്ങനെയാണ്. ഇയാൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു സമാധാന മതത്തിൽപ്പെട്ട ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം പുറത്തു വരിക ഇദ്ദേഹം മാനസിക രോഗിയാണെന്ന്. പക്ഷേ അത്തരത്തിലെ വാർത്തകളൊന്നും വന്നില്ല. അതായത് സുഡാപ്പി മാധ്യമങ്ങൾ തന്നെ പറയുന്നത് ഇദ്ദേഹത്തിന് പ്രത്യക്ഷത്തിൽ മാനസിക അസുഖങ്ങളൊന്നുമില്ല എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോഴും ജഡ്ജിയുടെ മുമ്പിൽ ഇതിൻ്റെ കോപ്പികളൊക്കെ കുറേ പേപ്പേഴ്സൊക്കെ കീറി അക്രമം കാണിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അപ്പോൾ വലിയൊരു ആവശ്യമാണ് ഉയർന്നത്. അതായത് ഇയാളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യണമെന്നറിയാതെ NIA ചോദ്യം ചെയ്യണമെന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നത്. അപ്പോൾ ഈ വാർത്തയുണ്ടല്ലോ, നമ്മുടെ ലോക്കൽ മാധ്യമങ്ങൾ മാത്രമല്ല, ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വലിയ രീതിയിൽ വാർത്തയാക്കി. ദേശീയ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചർച്ചയുണ്ടായിരുന്നു. അതായത് ഏത് കോണ്ടക്സ്റ്റിലാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നത്? അവിടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരണം. ഈ ജംഷീറിൻ്റെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെയാണ്. അതായത് ഇന്ത്യ വലിയ ഒരു കാലഘട്ടത്തിലൂടെ, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയും വലിയ രീതിയിൽ സമരങ്ങൾ രാജ്യത്തിന് പുറത്തുനിന്ന് ഫണ്ട് വന്നിട്ട് നടത്തുന്നു. രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സോഴ്സുകളും പല സ്ഥലത്തു നിന്ന്, പല കോർണേഴ്സിൽ നിന്ന് രാജ്യത്തിനെതിരെ അറ്റാക്ക് വരുന്നു. നമ്മൾ കണ്ടു ജന്തർ മന്ദിറിലേക്ക് എന്താ സംഭവിച്ചത്, അതിനൊക്കെ പിന്നിൽ ആരാണെന്ന് കണ്ടു. അപ്പോൾ ഇപ്പോൾ FCRA ബില്ല് പാസ്സാക്കാൻ പോകുന്നു, ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കാൻ പോകുന്നു, പിന്നെ വുമൺ റിസർവേഷൻ ബില്ല് പാസ്സാക്കാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് ബില്ലുകൾ ഇത് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ പാർലമെൻറ്റിൽ ഇങ്ങനെ പാസ്സാക്കാൻ ഇങ്ങനെ ക്യൂ എന്നൊക്കെയാണ്. അപ്പോൾ FCRA ബില്ലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു വിമാന അട്ടിമറി തന്നെ എന്ന് വേണം പറയാം. ഈ വിമാന അട്ടിമറിക്ക് കോപ്പ് കൂട്ടിയത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ജംഷീർ ചില്ലറക്കാരനല്ല. ഇദ്ദേഹം ഒരു ജെയ്ഷെ മുഹമ്മദ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളൊരു വാർത്തകളൊക്കെ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇയാൾക്ക് മലേഷ്യക്ക് പുറത്തുനിന്ന് മലേഷ്യ പ്രോപ്പർ ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിലകൊള്ളുന്ന രാജ്യമാണ്. അപ്പോൾ ഇയാൾ വലിയ രീതിയിൽ, ജംഷീർ എന്ന് പറയുന്ന യുവാവ് വലിയ രീതിയിൽ സക്കീർ നായിക്കിൻ്റെ ആശയങ്ങളും അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. കൂടാതെ അത് മാത്രമല്ല, ഇദ്ദേഹം പാകിസ്ഥാൻ വരെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, ജെയ്ഷയുടെ ക്യാമ്പിൽ ചെന്നിട്ടുണ്ടോ, ജെയ്ഷയുടെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തും. എന്തിനാലും ഇത് ഇത് എപ്പോഴാണ് സംഭവിക്കേണ്ടിയിരുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിമാന ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു വലിയൊരു ദുരന്ത വാർത്ത കേട്ടിട്ടായിരിക്കും രാജ്യം ഞെട്ടിയുണരുക എന്ന് വെച്ചാൽ എല്ലാവരും ആദ്യം കുറ്റപ്പെടുത്തുക. ഇവിടുത്തെ കേരളത്തെ മാപ്പിളകളൊക്കെ ചന്ദ്രഹാസം മുഴക്കും. ദേ കണ്ടില്ലേ, വിമാനം പൊട്ടി അമർന്നു, അതായത് നരേന്ദ്രമോദിയുടെ വീഴ്ചയാണ്, ഇന്ത്യയുടെ വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കും. അവർ വലിയ രീതിയിൽ അതിനെ ആഘോഷിക്കുമെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനെതിരെ തിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കലാപമാണ് ചന്ദ്രമന്ദിറിൽ കഴിച്ചുവിട്ട്. അവിടെ പോലീസിനെ ആക്രമിക്കുക, CRPF ആക്രമിക്കുക, സിസ്റ്റം എല്ലാം. നരേന്ദ്രമോദി, അമിത്ഷാ എല്ലാവരും രാജിവെക്കണം. ജനാധിപത്യ പ്രക്രിയ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എന്നെ രാജിവെക്കണം എന്നാണ് ഇവന്മാരൊക്കെ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള വിദേശ സഹായം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വിമാന ദുരന്തം ഉണ്ടാവാൻ പോകുന്നത് രാജ്യം മൊത്തം വലിയ രീതിയിലുള്ള ഇത് കേന്ദ്ര സർക്കാരിനെതിരെ കൊണ്ടുവരും. ഇവിടുത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന തരത്തിൽ അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്ക് വരും.
നറേറ്റീവ് സൃഷ്ടിച്ച എന്താണ്, നാളെ ജന്തർ മന്ദിർ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണം കൂടിയായി. അതായത് വ്യോമയാന മിനിസ്റ്ററും നരേന്ദ്രമോദിയൊക്കെ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കലാപത്തിന് ഉള്ള ഒരു സ്കോപ്പായത്. പക്ഷെ അതാണ് അത്തരത്തിലൊരു കാര്യമാണ് ഒഴിവായത്. വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ഒരു അവസരം വന്നുകയും. പക്ഷെ ഇപ്പോൾ ഈ ഒരു അതുണ്ടല്ലോ, ഇത് ശരിക്കും ഈ മലേഷ്യ എന്ന് പറയുന്ന രാജ്യം പക്ക ഒരു ആൻറ്റി ഇന്ത്യ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ പലപ്പോഴും സാക്കിർ നായിക്കിനെ പോലുള്ള തീവ്രവാദികളെ വിട്ടുതരാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടും കൂട്ടാക്കാത്തൊരു രാജ്യമാണ്. എന്ത് തന്നെയാലും ഈ തെരഞ്ഞെടുത്ത ഈ ഒരു സമയം വലിയ രീതിയിലുള്ള എന്താ പറയുക സംശയങ്ങൾ ജനിപ്പിക്കുന്നു. മാത്രമല്ല, ഈ ജംഷീർ എന്ന് പറയുന്ന യുവാവ് ഒരു ചില്ലറക്കാരനല്ല, ജെയ്ഷെ മുഹമ്മദിൻ്റെ അടക്കം മുടിയുള്ളിൽ പങ്കെടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സത്യാവസ്ഥകളൊക്കെ വരും ദിവസങ്ങൾ എന്തായാലും പുറത്തു വരും. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, ആരെങ്കിലും ഒരു സമാധാനം ബന്ധപ്പെട്ട ആരെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പുറത്തു വരുന്ന മാനസിക രോഗി എന്ന തരത്തിലാണ്. ഞാൻ 1-2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ കോഴിക്കോടിലൊരു മുസ്ലിം യുവാവ് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് വിളിച്ച് പറയുന്നു, ബ്രഹ്മോസ് ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ആ ബ്രഹ്മോസ് എവിടെയാണ് ഉള്ളത് എന്ന തരത്തിൽ അത്തരമൊരു കോൾ വന്നിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള അപ്പോൾ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇയാളെ പൊക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത് ഇയാൾക്ക് മനോരോഗമാണെന്ന്. പിന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഗുരുവായൂർ ഹോട്ടലിൽ നടത്തുന്ന ഒരു ഹംസ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനല്ല, ഒരു യുവാവ് തൻ്റെ ഗുഹ്യരോമം പറിച്ചിട്ട് തുളസിത്തറയിലിട്ട് ആ വീഡിയോ ഒക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇതായതാണ്. അതിൻ്റെ പേരിൽ വലിയ ചർച്ചകൾ നടന്നതാണ്. അതിനുശേഷം പറയുന്നു അയാൾ മാനസിക രോഗിയാണ്. ഈ മാനസിക രോഗമുള്ള ആൾ കഴിഞ്ഞ 25 വർഷമായിട്ട് ഗുരുവായൂർ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇയാൾക്ക് ലൈസൻസ് കിട്ടി? അപ്പോൾ ഇവിടെ ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ ഇവർക്കറിയാം. അതായത് സമാനമായ രീതിയിൽ ആ വിമാന ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഒരു നെറേറ്റീവ് കൊണ്ടുവരും. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ വലിയൊരു നെറേറ്റീവ് കൊണ്ടുവന്നിട്ട് ജന്തർ മന്ദിറിൽ സമരം ചെയ്യാൻ പുതിയൊരു ഇതായി. പിന്നെ അത് മാത്രമല്ല, ഇവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഇവിടുത്തെ മാപ്രകളായാലും ഇവിടുത്തെ പള്ളിയച്ചന്മാരായാലും ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ FCR നിയമം വരാൻ പോവാണ്. FCR നിയമം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവരൊക്കെ കേരളത്തിലെ പല മാധ്യമങ്ങളും പൂട്ടേണ്ട അവസ്ഥ വരും. ഞാൻ ഒരു കാര്യം പറയാം, മനോരമയ്ക്ക് FCR നിയമം വന്നു കഴിഞ്ഞാൽ മനോരമയ്ക്ക് പൂട്ടേണ്ട അവസ്ഥ വരും. അപ്പോൾ ഷാനി പ്രഭാകരനൊക്കെ നിലവിളിക്കുകയാണ് ഇപ്പോൾ ഈ FCR ബില്ലിനെ കുറിച്ച് ഘോരഘോരം വലിയ രീതിയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്ര ഫണ്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ ഒഫീഷ്യലി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 22,000 കോടി രൂപയാണ് ഒരു വർഷം ഈ വിദേശത്ത് നിന്ന് സഹായം ലഭിക്കുന്നത്. നമ്മുടെ NGOസിനും ഇവിടെയുള്ള NGOസിനും പല കാര്യങ്ങളൊക്കെ ആയിട്ട്. അതായത് അത് US മാത്രമാണ് ഏകദേശം 5,000 തൊട്ട് 7,000 വരെയാണ് ഇത് കിട്ടുന്നത്, സഹായം കിട്ടുന്നത്. ഏകദേശം നമ്മളെ ടോട്ടലി ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിദേശ സഹായത്തിൻ്റെ ഏകദേശം 25% അത് വരും. അപ്പോൾ അത് ഒഫീഷ്യൽ കണക്കാണ് കേട്ടോ. അൺഒഫീഷ്യലായിട്ട് ഏകദേശം അതിനും എത്രയോ 100 ഇരട്ടിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, അമേരിക്ക ഇപ്പം FCR ബില്ല് ഇന്ത്യ അവതരിപ്പിക്കുമ്പോൾ വലിയ രീതിയിലൊരു ചന്ദ്രഹാസം മുഴക്കുന്നുണ്ട്. അത് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ബാധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കെവിൻ മൂർ എന്ന് പറയുന്ന US സെനറ്റ് അംഗം, അതായത് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് പറഞ്ഞു, ഇത് വലിയ രീതിയിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ബാധിക്കുന്നൊക്കെ. എങ്ങനെ ബാധിക്കൂടോ? ഞാൻ പറയട്ടെ, ഇതേ അമേരിക്ക തന്നെ പാകിസ്ഥാനിലോട്ട് 5 പൈസ ഒഴുക്കുന്നില്ല. പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്, കടം കൊടുക്കുന്നുണ്ട്, അത് പലിശ സഹിതം വാങ്ങുന്നുണ്ട്. പക്ഷേ 1 രൂപ പോലും, ഒരു ചില്ലി കാശ് പോലും പാകിസ്ഥാന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടത്തേക്ക് ഇത്ര പൈസ ഒഴുക്കേണ്ട കാര്യം എന്താണ്? അതപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ, അവരുടെ താല്പര്യം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്തിനാലും ഈ കൊച്ചിയിൽ ഒഴിവായ വലിയ രീതിയിലുള്ള വിമാന ദുരന്തം അത് രാജ്യത്തെ തന്നെയല്ല ലോകത്തിൽ തന്നെ വലിയ രീതിയിൽ വാർത്ത ആയേക്കാവുന്ന ഒരു സംഭവമായിരുന്നു. തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ആ എമർജൻസി ഡോർ തകർക്കാൻ ശ്രമിച്ച് ജംഷീർ ചില്ലറക്കാരനല്ല. അതായത് വലിയ രീതിയിലുള്ള പാകിസ്ഥാനിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള തീവ്രവാദ ട്രെയിനിങ് ക്യാമ്പുകളിലും അത്തരത്തിലുള്ള ആകർഷണമായ ഒരു യുവാവാണ്, അതിൽ പങ്കെടുത്തൊരു യുവാവാണ്, അത്തരത്തിലുള്ള ആശയങ്ങളിൽ ആകർഷണ യുവാവാണെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലും ദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ പുറത്തു വരട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.